ഹായ്, എല്ലാവർക്കും നമസ്കാരം. GM പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വൈറ്റില സ്റ്റാൻഡിലാണ്. വൈറ്റില സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 200-250 മീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വൈറ്റില എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എറണാകുളത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ്. എറണാകുളത്തിൻ്റെ മെയിൻ ഒരു സെൻറ്ററാണ് വൈറ്റില എന്ന് പറയുന്നത്. അതായത് വൈറ്റില ഹബിനോട് ചേർന്ന് തന്നെ വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്, വൈറ്റില മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. വാട്ടർ മെട്രോയും നമ്മുടെ ബസ് സ്റ്റാൻഡും എല്ലാം വൈറ്റില തന്നെയാണ് വരുന്നത്. അതിൽ നിന്നും ഏകദേശം 250 മീറ്റർ മാത്രം ദൂരത്തിൽ കാണുന്ന കെൻറ്റ് ബിൽഡേഴ്സിൻ്റെ കെൻറ്റ് ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു 3 BHK സെമി ഫർണിച്ചർ ഫ്ലാറ്റാണ്. നമുക്കറിയാം, വൈറ്റില എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഏരിയ ആണ്. അപ്പം അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് തന്നെയായിരിക്കും ഇത് നമ്മുടെ വൈറ്റില ഹബിൽ നിന്നും ഏരൂർ പോകുന്ന വഴിക്ക് കണിയാമ്പുഴ പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇതാണ് നമ്മുടെ കെൻറ്റ് ഗ്ലാസ് ഹൗസിൻ്റെ എൻട്രൻസ് വരുന്നത്. അതായത് ഈ പാലത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഇതതിൻ്റെ സെക്യൂരിറ്റി ഗേറ്റാണ്. ഇത് അത്യാവശ്യം വളരെ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ തന്നെ ഫ്രണ്ട് സൈഡിൽ തന്നെ അവരുടെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനോട് ചേർന്ന് തൊട്ടുപുറകിലായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് സമുച്ചയം വരുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഗാർഡൻ വർക്കൊക്കെ ചെയ്ത് വളരെ നീറ്റായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലാറ്റിൻ്റെ അകത്തേക്ക് കയറി അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രത്യേക കാര്യം പറയട്ടെ. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൽ കയറി വരുന്ന ഏരിയ വരുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടുത്തെ ജിമ്മാണ്. ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ വിസിറ്റിംഗ് ലോഞ്ചാണ് വരുന്നത്. ഇത് നമ്മുടെ റിസപ്ഷൻ വരുന്നു. നമ്മുടെ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 11ാമത്തെ ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. നമുക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. 3 BHK 1699 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ കയറി വരുന്ന ഉൾവശം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു ഫ്ലാറ്റാണ്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ ബാൽക്കണി നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഈ ഫ്ലാറ്റിന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു വാട്ടർ ഫ്രണ്ടേജ് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഈ വാട്ടർ മെട്രോ ഒക്കെ പോകുന്നത് അതിലെയാണ്. അപ്പോൾ നല്ലൊരു കാറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫ്ലാറ്റിന് കിട്ടുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കബോർഡും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ഒരു ബെഡ്റൂമാണ്. നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. അതിലെ ഒരു ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൽ നമ്മുടെ ഫ്ലോറിങ് ചെയ്തിട്ടിരിക്കുന്നത് വുഡൻ വർക്കാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വിൻഡോയുടെ വ്യൂ വരുന്നതും ഇതേ വാട്ടർ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഡോറിനോട് ചേർന്നാണ് നമ്മുടെ കബോർഡും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ബാത്റൂം, അത് കഴിഞ്ഞാണ് നമ്മുടെ റൂം വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇതിലെ ബെഡ്റൂംസിൻ്റെ എല്ലാം ഒരു വിൻഡോ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റില സൈഡാണ്. അതായത് വാട്ടർ ഫ്രണ്ടേജാണ് നമ്മുടെ വിൻഡോസിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിൻഡോസൊക്കെ ഓപ്പൺ ആക്കി കിട്ടാത്തൊരു നല്ലൊരു കാറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഫ്ലാറ്റാണ്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരു കിങ് സൈസ് കട്ടിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണെങ്കിൽ നല്ലൊരു സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ല വെളിച്ചമാണ് ശരിക്കും. കാരണം ഇതിന് മറ്റ് ബിൽഡിങ്ങിൻ്റെയോ ടവേഴ്സിൻ്റെയോ ഒന്നും മറവുകളില്ലാത്തതിൻ്റെ പേരിൽ എല്ലാ ബെഡ്റൂമിനും നല്ലൊരു വെളിച്ചവും കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ 2 ബെഡ്റൂമുകൾ ഈ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടും നമ്മൾ അടുത്ത ഒരു ബെഡ്റൂം വരുന്നത് കയറി വരുന്നിടത്ത് തന്നെ ഫസ്റ്റ്, അതായത് നമ്മൾ ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ 3rd ബെഡ്റൂം വരുന്നത്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം ഇതിനാണ് ഏറ്റവും വലിയൊരു ബെഡ്റൂം ഇതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ബാത്റൂം ആണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്.
ഇതിൻ്റെയും വിൻഡോ സൈഡ് വ്യൂ വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വൈറ്റില സൈഡ് ആ വാട്ടർ ഫ്രണ്ടേജാണ് നമ്മുടെ വിൻഡോ സൈഡ് വ്യൂ വരുന്നത്. അപ്പോൾ റൂംസിലൊക്കെ ആണെങ്കിൽ എല്ലാ റൂംസിലും നന്നായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ മെയിൻ കിച്ചൺ ഏരിയ നമുക്ക് കാണാം. നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് നമ്മുടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കിച്ചൺ ഏരിയയിലേക്ക് പോകാം. കിച്ചണിലാണെങ്കിലും രണ്ട് സൈഡിലും നന്നായിട്ട് താഴെ മേളിലായിട്ടും കബോർഡ്സ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു വർക്ക് ഏരിയയുടെ ഒരു ഏരിയ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സെർവൻറ്റ് ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 1699 സ്ക്വയർ ഫീറ്റുള്ള നമ്മുടെ 3 BHK ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ വില എത്രയാണെന്നാണ്. ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. നമുക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. നമ്മൾ ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ലോണോ മറ്റു കാര്യങ്ങളോ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ തീർന്നിട്ടില്ല. നമുക്ക് ഇനി താഴെയുള്ള അമ്യൂണിറ്റീസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പോയി നമ്മുടെ അമ്യൂണിറ്റീസൊക്കെ ഒന്ന് കാണാം. നമുക്ക് എല്ലാ അമ്യൂണിറ്റീസിനും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലബ് ഹൗസിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ട ആ ഫ്ലോറിൽ തന്നെയാണ്. അതായത് നമ്മുടെ വിസിറ്റിംഗ് ഏരിയയും നമ്മുടെ റിസപ്ഷനൊക്കെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ജിമ്മ് വരുന്നത്. അതുപോലെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ലോണ്ടറി ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു ചെറിയൊരു ബ്യൂട്ടി പാർലർ വരുന്നുണ്ട്, ലേഡീസ് ബ്യൂട്ടി പാർലർ വരുന്നുണ്ട്. അതുപോലെ ഒരു ടൈലറിങ് ഷോപ്പ് തന്നെ ഈ ഫ്ലോറിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ടൈലറിങ് ഷോപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം മറ്റേതൊരു കാര്യത്തിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളും മറ്റു കാര്യങ്ങളും അടുത്തടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കണ്ടതാണ് ഈ ഫ്ലാറ്റിൻ്റെ ക്ലബ്ബ് ഹൗസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതായത് നമുക്ക് കയറി വരുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയയും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മുടെ ഇവിടുത്തെ മനോഹരമായ സ്വിമ്മിംഗ് പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പൂളിലേക്ക് പോകുന്ന വഴി. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും ഈ ഏരിയയുമൊക്കെ. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ ഔട്ട്സൈഡ് കാണുന്നത് ഡ്രൈവേ ട്രാക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.